ഇന്ത്യയിലെ യുവജന വിദ്യാർത്ഥി സമരങ്ങളുടെ ചരിത്രത്തിൽ അഭിമാനാർഹമായ ഒരു പുതിയ അധ്യായം തന്നെ എഴുതി ചേർത്തുകൊണ്ടാണ് പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും നഗ്നമായ അഴിമതിയും കെടുകാര്യസ്ഥതയും അതിനെ തുടർന്ന് 22 പിഞ്ചു കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്ത, എൻ്റെയൊക്കെ മക്കളാകേണ്ട പ്രായത്തിൽപ്പെട്ടവർ ആത്മഹത്യ ചെയ്ത ദുരന്തത്തെ തുടർന്ന് വിദ്യാർത്ഥികളും യുവാക്കളും ജനങ്ങളും മുന്നോട്ട് വച്ച ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട പല ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഡൽഹിയിലെ സമരം ചെയ്യുന്നവരോടൊപ്പമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ഇവിടെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോഴും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 35ാമത്തെ ദിവസമാണ് ജന്തർ മന്തർ കേന്ദ്രീകരിച്ച് നടന്ന സംഘടിതമായ സമരം. അതിലെ പ്രധാനപ്പെട്ട ഘടകം എല്ലാവർക്കും അറിയുന്നത് പോലെ CJP എന്ന പുതിയ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഒരു സംഘടന. അതൊരു പാർട്ടി എന്നുള്ള പേര് തന്നെ കുറച്ച് സർക്കാസ്റ്റിക്കായിട്ട് അവർ സ്വീകരിച്ചതാണെന്ന് നിങ്ങൾക്കറിയാം. കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൻ്റെ വിജയമാണ്. ആ വിജയത്തിൽ വിദ്യാർത്ഥികളും യുവാക്കളും നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും സാധാരണ രാഷ്ട്രീയ കാര്യങ്ങളിൽ പരസ്യ നിലപാടെടുത്തുകൊണ്ട് വരിക പതിവില്ലാത്ത വലിയൊരു കൂട്ടം അതിപ്രശസ്ത വ്യക്തിത്വങ്ങൾ, സച്ചിൻ ടെണ്ടുൽക്കർ മുതൽ കൊച്ചിയിലെ താമസക്കാരനായ മമ്മൂട്ടി എന്ന പ്രസിദ്ധനായ നടൻ, നസറുദ്ദീൻ ഷാ, മഞ്ജു വാര്യർ, NS മാധവൻ, അങ്ങനെ പേരുകൾ ഒരുപാട് പറയാനുണ്ട്, അതെല്ലാം ഞാൻ പറയുന്നില്ല. അപ്പൊ ഇത് ജനങ്ങളുടെ ഇടപെടലിന്റെ വലിയൊരു വിജയമാണ്. എന്നാൽ ചിലർ ഈ 56 ഇഞ്ചുകാരൻ ഭരണമേറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റിനെ ഒരു സമരത്തിലൂടെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞത് എന്നതിലെ വിശേഷണങ്ങൾ എൻ്റെ പ്രതികരണം എടുക്കാൻ വേണ്ടി വിളിച്ച ചില ചാനലുകളിൽ തന്നെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. നമ്മുടെ നാട്ടിലെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട കൃഷിക്കാരും കർഷക തൊഴിലാളികളും അവർ നടത്തിയ ഒരു സമരവും ആ സമരത്തിൻ്റെ വിജയവും മറന്നുവെക്കൂടെ. സംയുക്ത കിസാൻ കൗൺസിൽ SKM അതിൻ്റെ നേതൃത്വത്തിൽ 1 വർഷവും 15 ദിവസവും നീണ്ടുനിന്ന സമരം. 500-ലധികം കൃഷിക്കാർ സമര സ്ഥലത്ത് മരിച്ചു വീണത്. കൊടും ചൂടിലും കൊടും തണുപ്പിലുമാണ് ഡൽഹിയിൽ ആ സമരം നടന്നത്. ആ സമരസ്ഥലത്തും പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. 3 കർഷക വിരുദ്ധ നിയമങ്ങൾ നരേന്ദ്രമോദി കൊണ്ടുവന്നത്. അതവസാനം പിൻവലിക്കാവുന്നത് സമ്മതിക്കുക മാത്രമല്ല, പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ച് പാർലമെന്റ് സമ്മേളനത്തിൽ ആ കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുന്ന നിയമ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ടി വന്നു. അതിനുശേഷം അതുപോലെ തന്നെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഈ വിദ്യാഭ്യാസ രംഗത്ത് വലിയ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും നേരിട്ട് ഉത്തരവാദിയായ വിദ്യാഭ്യാസ മന്ത്രി, എന്തൊരു അനുചിതമായൊരു പേരാണ് അദ്ദേഹത്തിനുള്ളത്, ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മം പ്രധാനമായിട്ടുള്ളവൻ എന്നാണ് പേര്. പക്ഷെ അദ്ദേഹം ഇപ്പൊ രാജിവെച്ചു പോകാൻ നിർബന്ധിതനായിരിക്കുകയാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ നരേന്ദ്രമോദി അവസാന നിമിഷം വരെ കിണഞ്ഞു പരിശ്രമിച്ചു.